ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവേ. നമ്മുടെ ബജാജ് പുതിയൊരു വണ്ടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ബജാജിൻ്റെ ഏറ്റവും പുതിയ ADV ബൈക്കാണെന്നാണ് പറയുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എൻഡ്യൂറോ ബൈക്കിൻ്റെ പോലത്തെ നല്ല ഷാർപ്പായുള്ള ഡിസൈൻ കാണാൻ പറ്റും. ബാക്കിലേക്ക് വരുന്നിടത്ത് ആ ഒരു പൾസറിൻ്റെ പോലത്തെ ലുക്കാണ് ബാക്കിൽ കിട്ടിയേക്കുന്നത്. ആ ഒരു ഗ്രാബ് റെയിലൊക്കെ നോക്കിയാൽ തന്നെ അതും ഏതാണ്ട് പൾസറിൻ്റെ പോലെ ഇരിക്കുന്നത്. പക്ഷേ ഒരു ADV ബൈക്ക് എന്നൊക്കെ പറയാൻ നേരത്ത് നമുക്ക് എന്തൊക്കെയോ കുറവുള്ള പോലെ തോന്നും. കാരണം ഇതൊരു ചെറിയ ADV ബൈക്കാണ്. അതായത് 125cc മാത്രമുള്ളൊരു ADV ബൈക്കാണിത്. ADV എന്ന് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ ADV ബൈക്കിൻ്റെ ലുക്കുള്ള നമുക്കൊരു കമ്മ്യൂട്ടർ ബൈക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മൈലേജൊക്കെ ഉള്ളൊരു ബൈക്ക് എന്ന് വേണം നമുക്കതിനെ വിളിക്കാം. വണ്ടി ഇപ്പോൾ ഫുള്ള് ക്യാമഫ്ലാഗ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഡിസൈനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും വളരെ ഷാർപ്പായ നല്ലപോലെ തന്നെ ADV ബൈക്കിൻ്റെ ലുക്ക് വരുന്ന ഒരു ഡിസൈൻ ആയിരിക്കും എന്നാണ് ബജാജ് പറഞ്ഞേക്കുന്നത്. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് ടെലിസ്കോപ്പിക്കാണ്, റിയറിൽ നോക്കുകയാണെങ്കിൽ മോണോഷോക്കാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും വ്യത്യസ്തവും വളരെ വിചിത്രമായ കാര്യം തോന്നിയത് ഈ ഒരു ബൈക്കിൻ്റെ സൈലൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ N160 ഒക്കെ പോലെ ആ ഒരു അണ്ടർ ബെല്ലി എക്സോസ്റ്റ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഒരു ADV ബൈക്കിന് ഒട്ടും ചേർന്ന കാര്യമല്ല ഈ ഒരു അണ്ടർ ബെല്ലി എക്സോസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു ADV ബൈക്കിന് ലുക്ക് മാത്രം തരുന്നൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് കുഴപ്പമില്ലെന്ന് വയ്ക്കാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫുള്ള് LCD ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ് വന്നേക്കുന്നത്. അത് ഉറപ്പായിട്ടും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും നമ്മൾ പുതിയ വണ്ടികളിൽ കാണുന്ന പോലത്തെ എല്ലാ ഫീച്ചേഴ്സും അവർ കൊടുക്കുമായിരിക്കും. പിന്നെ ഈ വണ്ടിനെ വിളിക്കാൻ പോകുന്ന പേര് നോക്കുകയാണെങ്കിൽ N125X എന്നാണ്. അതായത് ആ ഒരു N160 N150 പോലെ ആ ഒരു റേഞ്ചിൽ വരുന്ന വണ്ടിയാണ്. ഇതൊരു ADV ആയതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ഒരു എക്സും ഉണ്ട്. നമ്മുടെ CD125X എന്നൊക്കെ പറയുന്ന പോലെ അതേപോലത്തെ ഒരു വണ്ടിയാണ്. അതായത് ഒരു ADV ബൈക്കിന് ലുക്കുള്ള ഒരു കമ്പ്യൂട്ടർ ബൈക്ക് 2020 പകുതിയോടെ ഈ ഒരു വണ്ടി മാർക്കറ്റിൽ വരുമെന്നാണ് ബജാജ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബൈക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഡെയിലി ഓഫീസിൽ പോകുന്നവർ, ഡെലിവറി ജോലി ചെയ്യുന്നവർ, അതേപോലത്തെ ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണിത്. അതായത് ബജാജിൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ വിലയും കുറവായിരിക്കും, നല്ല മൈലേജും തന്നെ ഒരു വണ്ടിയായിരിക്കും. പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ആ ഒരു ADV ബൈക്കിൻ്റെ ഒരു ലുക്ക് കൂടെ കിട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സാധാരണ ഒരു നോർമൽ കമ്പ്യൂട്ടർ ബൈക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ADV ബൈക്കിൻ്റെ ലുക്ക് ഇത് തരുന്നു. അത് വേണമെങ്കിൽ നമുക്കൊരു ആഡ് ഓൺ ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ഈ വണ്ടി കൊണ്ട് ഓഫ് റോഡ് പോകാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ സത്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ADV ബൈക്കിനൊന്നും ആവശ്യമില്ല. നമുക്ക് അതിന് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ സ്പ്ലെൻഡർ കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകാൻ പറ്റും. നമുക്ക് ആ ഒരു കംഫോർട്ടൊന്നും കിട്ടത്തില്ല. ഒരു ADV ബൈക്കിൽ തന്നെ അത്രയും ഹാൻഡ്ലിങ്ങും കംഫോർട്ടും അതേപോലത്തെ കാര്യമൊന്നും സാധാരണ ഒരു ബൈക്ക് കൊണ്ടുപോയി കിട്ടത്തില്ല. അതൊക്കെ നമ്മുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ADV ബൈക്ക് അല്ലെങ്കിലും ഓഫ് റോഡ് കൊണ്ടുപോകണമെങ്കിൽ ഏത് ബൈക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതും വേണേൽ നമുക്ക് ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റും. ചിലപ്പോൾ കുറച്ച് പവർ കുറവായിരിക്കുന്നേ ഉണ്ടാകത്തുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.